നിങ്ങൾ ഏതെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണറാണോ? ആണെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരു പുതിയ സെക്ഷൻ TDSലെ 194T എന്ന പേരിൽ ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി 2025 ഏപ്രിൽ 1-ാം തീയതി മുതൽ നിലവിൽ വരികയാണ്. TDS സെക്ഷൻ 194T പ്രകാരം പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും പാർട്ട്നേഴ്സിന് കിട്ടുന്ന ചില പേയ്മെന്റുകൾ, അതായത് സാലറി, കമ്മീഷൻ, ബോണസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള പേയ്മെന്റുകളെല്ലാം കിട്ടുമ്പോൾ ഇതിൽ നിന്നും 10% TDS ഡിഡക്ട് ചെയ്തതിന് ശേഷമേ ആ പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് റൂൾ. ഒരു വർഷത്തിലെ ടോട്ടൽ പേയ്മെന്റുകൾ 20,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമാണ് ഈ TDS ബാധകമാവുക. 20,000 രൂപയേക്കാൾ കൂടുതൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മൊത്തം പേയ്മെന്റിനും TDS പിടിക്കണം. അതായത് 20,000 രൂപയേക്കാൾ കൂടുതലുള്ള പോർഷന് മാത്രമല്ല TDS ഡിഡക്ട് ചെയ്യേണ്ടത്, ടോട്ടൽ പേയ്മെന്റിനും TDS ഡിഡക്ട് ചെയ്യണം എന്നുള്ളതാണ് റൂളിൽ പറയുന്നത്. ഈ 194T സെക്ഷനിൽ ഡ്രോയിങ്സോ ക്യാപിറ്റൽ വിഡ്രോവൽസോ ഒന്നും പെടുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് TDS ഡിഡക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. പാർട്ട്നേഴ്സ് അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഇൻകത്തിന്റെ ഡീറ്റെയിൽ കൂടെ കാണിക്കണം. ഇവിടെ പിടിച്ചിട്ടുള്ള TDS അവർക്ക് അവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. കൂടുതൽ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കാനുള്ള ടാക്സിൽ നിന്നും ഓൾറെഡി ഡിഡക്ട് ചെയ്തിട്ടുള്ള TDS കുറയ്ക്കാം. അതല്ല, TDS അടയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിൽ ഈ ഓൾറെഡി പിടിച്ച TDS റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യാം.